മനോജ് കൂടി ചേരുകയാണ്. മനോജ്, അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നാളെ ഇതിനേക്കാൾ വലിയ ഭക്തജനസാഗരമാകും സന്നിധാനം ശബരിമല എന്ന കാര്യത്തിൽ സംശയമില്ല. മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ശരംകുത്തിയിലായാലും ഇത് തന്നെയായിരുന്നു. നിരവധിയായി ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തർ അങ്ങനെ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മല കയറുകയാണ്. ഇപ്പോൾ ഈ 18-ാം പടിക്ക് മുകളിൽ നോക്കിയാൽ ഓരോരുത്തരും അങ്ങനെ വേഗത്തിൽ അങ്ങനെ പടി കയറി മുകളിലേക്ക് എത്തുന്നു. ഇനിയും ഒരുപാട് ഭക്തജനങ്ങൾ ഈ പടി കയറുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും 18-ാം പടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊടിമരച്ചോട്ടിലേക്ക് വരുന്ന ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാം. പോലീസുകാർ അത് കൃത്യമായും അവരെ മുകളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്ന ഒരു ജോലിയിലാണ്. എന്തായാലും മകരവിളക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നാളെ തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് ഇന്ന് വൈകുന്നേരം തിരുവാഭരണം ലാഹയിലെത്തി അവിടെയാണ് ആ പേടകവാഹക സംഘം വിശ്രമിക്കുക. അതിനുശേഷം നാളെയാണ് ശബരിമലയിലേക്ക് എത്തുക. ഏതായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്ക് മുകളിലാണ്. ഇവിടേക്ക് ആ തിരുവാഭരണ പേടകങ്ങൾ എത്തുമ്പോൾ വലിയ തരത്തിൽ, അതായത് ഈ ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ഉണ്ടാകും. അത് കഴിഞ്ഞ് തീവട്ടിയുമൊക്കെയായി അനുഗമിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് ഈ 18-ാം പടിക്ക് അരികിലേക്ക് എത്തും. പിന്നീട് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇവിടെ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ആ തിരുവാഭരണ പേടകങ്ങൾ, ആ തിരുവാഭരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ദീപാരാധന നടക്കും. ആ തിരുവാഭരണങ്ങൾ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തിക്കൊണ്ട് ആ ദീപാരാധന നടക്കുമ്പോൾ മകരജ്യോതി തെളിയും, വിളക്ക് തെളിയും. അത് ദർശിക്കുവാൻ വേണ്ടിയുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നാളെ ഈ മകരവിളക്ക് ദർശിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്നും മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മണ്ഡലകാലത്തേക്ക് അപേക്ഷിച്ച് വലിയ തിരക്ക് ഇപ്പോഴും ഉണ്ട്. ഈ മണ്ഡലകാലത്തെ ഓരോ ദിവസങ്ങളിലും കണക്ക് പരിശോധിക്കും. മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രം സന്നിധാനം. മനോജാണ് വിവരങ്ങൾ നൽകിയത്.